ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്താൻ കാരണം മകൾ രാത്രി പുറത്തു പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമെന്ന് പോലീസ്. വഴക്കിനിടെ ഫ്രാൻസിസ് മകൾ ഏഞ്ചൽ ജാസ്മിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തോർത്ത് മുറുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. രഘുനാഥ് നാരായണനുണ്ട് വിവരങ്ങളുമായി. രഘു, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ രാത്രിയിൽ പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം എന്നത് പോലീസ് വ്യക്തമായി പറയുന്നത് എങ്ങനെയാണ്? ഏഞ്ചല് കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. ഭർത്താവുമായി അല്പം പിണങ്ങി കഴിയുകയായിരുന്നു. ഇതേ ചൊല്ലി അച്ഛനും മകളും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ജോലി കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി പുറത്തേക്ക് പോകുന്നതിനെ ചൊല്ലിയും അച്ഛനും മകളും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിലും വഴക്കുണ്ടാകുകയും വഴക്കിനിടയിൽ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഏഞ്ചൽ ബോധരഹിതയായി താഴേക്ക് വീഴുന്നത്. ഈ സംഭവം, അതായത് ഏഞ്ചൽ ഇങ്ങനെ താഴേക്ക് വീഴുകയും അഴിക്കുകയും ചെയ്തു എന്നുള്ളത് വീട്ടിലുണ്ടായിരുന്ന ആളുകൾക്ക് അറിയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. എന്നാൽ അതൊരു സ്വാഭാവിക മരണമാക്കി മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമം അവർ നടത്തി. കാരണം രാവിലെ പഞ്ചായത്ത് മെമ്പർ എത്തിയപ്പോൾ ഇത് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം, പോലീസിനെ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാണ് വെറുതെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു നിയമ നടപടിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ ചോദിച്ചത്. പക്ഷേ പഞ്ചായത്ത് മെമ്പർ ഇടപെടുകയും പോലീസിൽ അറിയിക്കുകയും പോലീസ് എത്തി ഇൻക്വസ്റ്റും പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് കരുത്ത് ഞെരിച്ചു കൊന്നതാണ് എന്നുള്ളൊരു കണ്ടെത്തൽ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛനെ കസ്റ്റഡിയിലെടുത്തതും ചോദ്യം ചെയ്തതും കുറ്റം സമ്മതിച്ചതും. ശരി രഘുനാഥ്, മകളെ കൊലപ്പെടുത്തിയതിന് കാരണം രാത്രിയിൽ പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. ഇത് വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങൾക്ക് ഇത്തരത്തിൽ മരിച്ചതാണ് എന്ന് അറിയാമായിരുന്നു എന്നതാണ് മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്നാണ് രഘുനാഥ് നാരായണൻ പറയുന്നത്.